ഹേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് സാറ്റർഡേ ആണ്. സോ ഇത് കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഔട്ടിംഗ് ഒക്കെ പോകണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐ ഡിസൈഡഡ് ടു ഷൂട്ട് എ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുക നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടില്ലല്ലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ്. സോ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അനീത്തിനെ കൊണ്ട് അമ്മയുടെ ഓഫീസിലൊക്കെ ഏൽപ്പിക്കണം. അവൾക്ക് ഐക്കഫിൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അവളുടെ ഒരു കാര്യങ്ങളായിട്ട് അവൾ അങ്ങനെ പോകും. സോ അവളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആൻഡ് എനിക്കും ഇന്ന് ലീവായതുകൊണ്ട് സോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ടും ജസ്റ്റ് ഒന്ന് നമുക്ക് മീറ്റപ്പ് ചെയ്തിട്ട് ഒരു കമ്പൈൻ സ്റ്റഡിയൊക്കെ നടത്താം എന്നൊക്കെ. പോർഷൻസൊക്കെ മൂവ് ഓൺ ആവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുറച്ചൊക്കെ പ്ലാൻസൊക്കെ ഉണ്ട്. ഇനി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾ കണ്ടു മനസ്സിലാക്കൂ. സോ ഇപ്പോൾ ഞാൻ റെഡിയായി. ഇനി എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇനി നമുക്ക് പോകുന്ന വഴിക്ക് ഓരോന്നോന്നായിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫീസിൽ ശ്രുതിനെ ഇറക്കിയിട്ട് പോകാനായിട്ട് പോവാണ്. നല്ല വെയിലുണ്ട്. എൻ്റെ ഫ്രണ്ട് അവിടെ റീച്ചായി. ഇന്ന് ഓൾറെഡി ഞാൻ ലേറ്റായി റെഡി ആവാനായിട്ട്. ഒന്നാമത് ട്രാഫിക്കാണ് ഈ നേരത്തെ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അമ്മയുടെ ഇവിടെ ഏൽപ്പിച്ചിട്ട് ഞാനൊന്ന് ഇറങ്ങട്ടെ. ഓക്കെ. ഇനി ബാക്കിയൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഏകദേശം 10-10:30 ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തിക്കഴിഞ്ഞു കേട്ടോ. നമ്മൾ എത്തിയത് നേരത്തെ തന്നെ നമ്മൾ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു വിത്തൗട്ട് എനി കോൺവെർസേഷൻ. കാരണം ഒരുപാട് കംപ്ലീറ്റ് ആക്കാനുണ്ട്, ഒരുപാട് റിവൈസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാംസും കാര്യങ്ങളൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ഔട്ടാവും. അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഓരോന്നൊന്നായിട്ട് കവർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടു. ഞങ്ങൾക്ക് എത്രത്തോളം പറ്റുമോ കവർ ചെയ്യാൻ അത്രയും കംപ്ലീറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ദൃഢമായ ഒരു എന്താ പറയുക ഒരു സത്യമൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. സോ അതേപോലെ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ചെറുതായിട്ട് സംസാരമൊക്കെ ഉണ്ടാവും. അത് ഓബ്വിയസ്ലി ഫ്രണ്ട്സ് നമ്മളുണ്ടാവുമല്ലോ, ഇടയ്ക്ക് ഇങ്ങനെ വർത്തമാനമൊക്കെ നമ്മൾ പറയും. അങ്ങനെയൊക്കെ പഠിച്ചിട്ടും വർത്തമാനം പറഞ്ഞിട്ടും ഏകദേശം നമ്മൾ പോർഷൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് തുടങ്ങി കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ റിവിഷനും കാര്യങ്ങളൊക്കെ ഏകദേശം ആയപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചൊന്ന് ചായ കുടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെ നല്ല നല്ല ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയി ചായ കുടിക്കാനായിട്ട് പോവാണ്. ഓക്കെ. കൊള്ളാമല്ലേ സെറ്റപ്പ് ഇരിക്കാനൊക്കെ സൗകര്യമുള്ളത്. കൊള്ളാമോ അതിൻ്റെ ചിക്കൻ റോള്? അങ്ങനെ നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് വന്നു. ആക്ച്വലി ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് നമ്മൾ ഉള്ളിലിരിക്കേണ്ട വെച്ചിട്ടുണ്ട്. കാരണം കുറേ കുട്ടികൾ കമ്പൈൻസറിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് ശബ്ദം ഇട്ട് നമുക്ക് പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഔട്ട് സൈഡ് നമുക്ക് കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണ്, പഠിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് വരയ്ക്കും തന്നെയാണ് പഠിക്കുക. അപ്പോൾ ഞാൻ എന്താ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴായിരിക്കും ഇനി ഞാൻ ബാക്കി ഷൂട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് എന്തോ കാണിക്കുക. അപ്പോൾ അങ്ങനെ നല്ല വെയിലാണ് ഗൈസ് ഇവിടെ ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഇപ്പോഴാണൊന്ന് വെയിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ വന്നത്. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇരുന്ന് പഠിക്കട്ടെ. ഓക്കെ. എക്സാംസൊക്കെ ഉണ്ട്. 22 തൊട്ടിട്ട് ക്ലാസ് ടെസ്റ്റാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യട്ടെ കേട്ടോ. ഏകദേശം പോർഷൻസൊക്കെ നമ്മൾ 4 മണിയാകുമ്പോഴേക്കും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 4 മണിക്ക് നമുക്ക് നല്ല കണക്കിന് വിശക്കാൻ തുടങ്ങി. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആകെ ഒരു കടി മാത്രമേ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്തുള്ള ഒരു ഹോട്ടലിൽ തന്നെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സോ ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഏകദേശം നമ്മുടെ ക്ലാസ്സിന് അടുത്തുള്ള ആസാദ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി സീറ്റഡ് ആയി. സോ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ നമ്മൾ 2 ചിക്കൻ ബിരിയാണിയും ആസാദ് എന്ന് പറയുമ്പോൾ തന്നെ ബിരിയാണിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും ആസാദിന് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. സോ പ്രാവശ്യം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ഇറ്റ്.
അപ്പോൾ അങ്ങനെ എന്തായാലും കുറച്ച് നേരമാവും നമ്മുടെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൈയൊന്ന് കാണിച്ച സുഹൃത്തും കൂടിയിട്ട് കുറച്ചൊരു സംസാരിച്ചിരിക്കട്ടോ, ഓർഡർ വരുന്നതായിരിക്കും. ഫൈനലി ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ബിരിയാണി വന്നു കഴിഞ്ഞു. ചിക്കൻ ബിരിയാണീൻ്റെ ഒപ്പം ഞാനൊരു കോൾഡ് കോഫി കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ചിക്കൻ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ ജ്യൂസി ആയിട്ടുള്ള ചിക്കനും നല്ല ടേസ്റ്റുള്ള റൈസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം കൂടി വെച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവരുടെ പ്രസൻറ്റേഷനും പിന്നെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല കണക്കിന് ഇഷ്ടപ്പെട്ടു. ആൻഡ് പ്രസൻറ്റേഷൻ ഞാൻ എടുത്ത് പറയാനായിട്ടുള്ളത് കാരണം ആ ഒരു ബിരിയാണിയുടെ മേലെ വെച്ചിരിക്കുന്ന പൈനാപ്പിളും പിന്നെ അതേപോലെ തന്നെ പപ്പടവും പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന സലാഡും അച്ചാറും എല്ലാം കൂടിയിട്ട് അടിപൊളിയായിരുന്നു കാണാൻ തന്നെ. അങ്ങനെ ഞാനൊരു കോൾഡ് കോഫിയും പിന്നെ ഓർഡർ ചെയ്തിട്ട് കുടിച്ചായിരുന്നു കേട്ടോ. സോ എല്ലാം കൂടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ആയി കേട്ടോ. ഗൈസ്, എൻ്റെ ഫ്രണ്ട് വീട്ടിൽ പോവാണ് അല്ലേ. അപ്പോൾ പുള്ളിക്കാരിക്ക് വീഡിയോയിലൊന്നും വരാൻ അത്ര വലിയ ഇഷ്ടമല്ല. ഒരു പ്രൈവസി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് മാനിച്ചുകൊണ്ട് നമ്മൾ അവരുടെ ഫുട്ടേജും കാര്യങ്ങളൊന്നും എടുക്കാറില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ ടാറ്റ ഒക്കെ തന്നത്. അപ്പോൾ അല്ലേ ബസ്സിൽ കാറിലല്ലേ വന്നേ. അപ്പോൾ കാർ ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. ഞാൻ അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പണിയെന്ന് പറയുന്നത് നമ്മുടെ ഓഫീസിൽ പോയിട്ട് താക്കോല് വാങ്ങണം. എൻ്റെ വീട്ടിലെ താക്കോല് നമ്മളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ അമ്മ വന്നു. അപ്പോൾ നമ്മുടെ ഇന്ന് താക്കോല് വാങ്ങട്ടെ, എന്നിട്ട് നേരെ വീട്ടിൽ പോകണം. നല്ല മഴക്കാറുണ്ട്. അപ്പോൾ മഴ വരും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. മൈ മാതാജി വരുന്നുണ്ട്. വ്ളോഗ് എടുക്കാരും. അമ്മ അവളെ വിളിച്ചിട്ട് എടുത്തില്ല. ഞാൻ വീട്ടിൽ പോട്ടെ. അപ്പോൾ ഗൈസ് കീ കിട്ടി. അപ്പോൾ നമുക്ക് നേരെ വീട്ടിൽ പോവാം. ഇനി ഞാൻ കുറച്ചേരം കൂടി ഡിലേ ആക്കി ഞാൻ നല്ല കണക്കിന് മഴ നനഞ്ഞിട്ട് വേണം പോകാനായിട്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഈവനിങ് ആയി വെച്ചാൽ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ ഞാൻ നമ്മുടെ ഓഫീസിൽ വരും, കീ വാങ്ങും. പിന്നെ നമ്മളെല്ലാവരും കൂടി ചായ കുടിച്ചിട്ടാണ് നേരെ വീട്ടിൽ പോകാറ്. ഇന്ന് പിന്നെ ഞാൻ സാധാരണ അടിപൊളിയായിട്ട് ബിരിയാണി കഴിച്ചുകൊണ്ട് പിന്നെ എനിക്ക് വിശപ്പൊന്നുമില്ല. അതുകൊണ്ട് നേരെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം. അതാണ് എൻ്റെ ഈവനിങ് പരിപാടി എന്ന് പറയുന്നത്. സോ നമുക്ക് വീട്ടിൽ പോയിട്ട് കാണാം. ഓക്കെ. സോ ഗൈസ്, അങ്ങനെ ഞാൻ വീടെത്തി കഴിഞ്ഞു. എങ്ങനെയോ മഴ കൊള്ളാതെ ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ വരുന്ന സമയത്ത് ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ സാധാരണ ഈവനിങ് സമയത്ത് വന്നു വെച്ചാൽ കുറച്ച് നേരം TV ഓൺ ചെയ്ത് വെക്കും, അല്ലെങ്കിൽ TVയുടെ മുന്നിൽ കുറച്ച് നേരം ഇരിക്കും. അല്ലെങ്കിൽ എൻ്റെ പ്ലാന്റ് ഉണ്ട് ഞാൻ വളർത്തുന്നത്. സോ അത് ഏകദേശം ഒരു 4:30-5:30 ഞാനത് വാട്ടറിങ് ചെയ്ത് കൊടുക്കും. സോ അതാണ്. ഇനി കുറച്ച് നേരം ഞാൻ പോയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അത് ഇടയ്ക്ക് എനിക്ക് വല്ലാതെ ടയേർഡ്. രാവിലെ പഠിച്ചു വെച്ചാൽ പിന്നെ ഈവനിങ് എന്തായാലും ചെറുതായിട്ട് ഞാനൊന്ന് കിടന്നുറങ്ങും. സോ ഐ ഫീൽ ടയേർഡ്. കാരണം ഭയങ്കര വെയിൽ നമ്മളിന്ന് ട്രാവൽ ചെയ്തല്ലേ. അപ്പോൾ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. ഒരു 1.5 മണിക്കൂർ ഞാൻ അലാറം വെച്ചിട്ട് കിടക്കാറ്. സോ അതിനുശേഷം എനിക്കും ബാക്കി റൂട്ടീനും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് കിടന്നുറങ്ങാനായിട്ട് പോവാണ്. അപ്പോൾ എണീച്ചതിന് ശേഷം കാണാം. ഓക്കെ. സോ ഗായ്സ്, അപ്പോൾ 5:30 അലാറം വെച്ച് ഞാൻ കിടന്നാണ്. എണീച്ചത് ഇപ്പോഴാണ്. 8 മണിയായി പോയി. നല്ല ക്ഷീണമുള്ളതുകൊണ്ട് അങ്ങനെ കിടന്നതാണ്. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് എണീച്ചായിരുന്നു അമ്മയും അനിയത്തിയും വന്ന സമയത്ത്. പിന്നെ ഡോർ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് വീണ്ടും വന്ന് നന്നായി കിടന്നുറങ്ങി. രാവിലെ തൊട്ട് പഠിത്തവും പിന്നെ ട്രാവലിങ്ങും ഫുഡടിയും എല്ലാം കൂടിയിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണമായിട്ടോ. സോ ഇപ്പോൾ പരിപാടി എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാലോ, നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇടുന്ന ഷോർട്സ് വീഡിയോയും പിന്നെ അതേപോലെ തന്നെ ഇന്നെടുത്ത വ്ളോഗും കാര്യങ്ങളൊക്കെ എനിക്ക് അപ്ലോഡ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അതിൻ്റെ പിന്നാലെ ഇരിക്കണം. സോ അത് തന്നെ ഏകദേശം നല്ല സമയം വേണ്ടി വരും. സോ ഇനിയിപ്പോൾ അതായിരിക്കും കുറച്ച് നേരം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ശേഷം ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അമ്മ ഉണ്ടാക്കി തരുവാണെങ്കിൽ ഞാൻ കഴിക്കും. അല്ലെങ്കിൽ സാധാരണ നൈറ്റാണ് ഫുഡ് കഴിക്കുന്നത്. എനിക്ക് എന്തോ ഇപ്പോൾ ഇഷ്ടാവുന്നില്ല. ഉച്ചയോട് കൂടിയിട്ട് അതങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ വൈകുന്നേരം എന്തെങ്കിലും സ്നാക്സ് കഴിച്ചിട്ട് ഞാൻ അങ്ങനെ നിർത്തും. സ്വാഭാവികമായിട്ട് ഇപ്പം അങ്ങനെയാണ് എൻ്റെ പരിപാടി. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കും കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം.
അങ്ങനെ ഗായ്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ഷോർട്സും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഏകദേശം എഡിറ്റിംഗ് വർക്ക് കുറേ നേരം മണിക്കൂർ പോകും കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സോ എനിക്ക് എന്തുവാ അപ്പോൾ കാണിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റിംഗ് വർക്കും കാര്യങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ ഒത്തിരി ഷോർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് തന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് വെക്കും. അതാകുമ്പോൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമല്ലോ. സോ അന്ന രീതിക്കൊക്കെ ആക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കിലും കാര്യങ്ങളും ബിസി ആയിരുന്നു കേട്ടോ കുറച്ച് മണിക്കൂർ. നൈറ്റ് ഡിന്നറിന് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പൊടി ഇഡ്ഡലിയാണ് കേട്ടോ. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഡിന്നറിനായിട്ട് അമ്മ ഔട്ട് സൈഡിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, പൊടി ഇഡ്ഡലി. അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കുറച്ച് നേരം ഫോൺ നോക്കിയിരിക്കും, പിന്നെ അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ പിന്നെ അതൊന്ന് ഷൂട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. സോ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ്, ജസ്റ്റ് എനിക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഇടാനായിട്ട് പോവാണ്. സോ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ് വ്ളോഗ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ബൈ ഗൈസ്.